കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ വീണ്ടും ഇറാന്റെ ഡ്രോൺ ആക്രമണമുണ്ടായി. വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കിന് തീപിടിച്ചു. 5ാം തവണയാണ് കുവൈറ്റ് വിമാനത്താവളം ആക്രമിക്കപ്പെടുന്നത്. അതേസമയം സൗദി അറേബ്യയിലെ അമേരിക്കൻ പൗരന്മാർ സുരക്ഷിത കേന്ദ്രങ്ങളിൽ തുടരണമെന്ന് US പ്രതിരോധ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ദുബായിൽ നിന്ന് സുരേഷ് വെള്ളിമുറ്റം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഗൾഫ് മേഖലയിലേക്ക് ഇറാൻ ആക്രമണം ആരംഭിച്ച ശേഷം ഏറ്റവും അധികം ആക്രമണം നേരിടേണ്ടി വന്നത് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ഇന്ന് പുലർച്ചെയാണ് ഏറ്റവും ഒടുവിലത്തെ ആക്രമണം ഉണ്ടായത്. ശക്തമായിട്ടുള്ള ഡ്രോൺ ആക്രമണമായിരുന്നു. ഇന്ധന ടാങ്കിന് തീപിടിച്ചു, വലിയ തീപിടുത്തമുണ്ടായി. ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഏതായാലും ആർക്കും പരിക്കേറ്റിട്ടില്ല എന്ന് വ്യോമയാന മന്ത്രാലയം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. കുവൈറ്റ് വിമാനത്താവളം ഇപ്പോൾ നാമമാത്രമായാണ് പ്രവർത്തിക്കുന്നത്. വളരെ അടിയന്തര സർവീസുകൾ മാത്രമേ വിമാനത്താവളത്തിൽ നിന്നും നടത്താൻ കഴിയുന്നുള്ളൂ. വലിയ ജാഗ്രത ആ മേഖലയിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ യുദ്ധം ആരംഭിച്ച ഉടനെ ആദ്യ ദിവസം തന്നെ ആക്രമണം ഉണ്ടാകുന്നു. പിന്നീട് മാർച്ച് 8-ന്, 14-ന്, 25-ന് ഒക്കെ കുവൈറ്റ് വിമാനത്താവളം ലക്ഷ്യം വെച്ചു. ഏറ്റവും ഒടുവിലത്തെ ആക്രമണമാണ് ഇന്ന് പുലർച്ചെ 4 മണിക്ക് ഉണ്ടായത്. സൗദി അറേബ്യയെ സംബന്ധിച്ച് അവിടെയുള്ള പൌരന്മാരോട് അതീവ ജാഗ്രതയിൽ തുടരാനാണ് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം നിർദ്ദേശിക്കുന്നത്. അമേരിക്കൻ പൌരന്മാരുടെ ഉടമസ്ഥതയിലുള്ള വ്യാപാര വാണിജ്യ കേന്ദ്രങ്ങൾ, ഹോട്ടലുകൾ, അതേപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇവയ്ക്കൊക്കെ എതിരെ ആക്രമണത്തിന് സാധ്യതയുണ്ട്. ജാഗ്രത പാലിക്കണം, സുരക്ഷിത കേന്ദ്രത്തിൽ തുടരണമെന്ന് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. UAE വിമാന കമ്പനികൾ കടുത്ത നടപടി ഇറാനിയൻ പൌരന്മാരുടെ യാത്രയ്ക്കെതിരെ സ്വീകരിക്കുകയാണ്. ഇറാനിയൻ പൌരന്മാർ രാജ്യത്തേക്ക് വരുമ്പോൾ അവരെ യാത്ര ചെയ്യാൻ അനുവദിക്കില്ല. അതേപോലെ തന്നെ അവർക്ക് ട്രാൻസിറ്റ് യാത്രയും അനുവദിക്കില്ല എന്നാണ് UAEയിലെ പ്രധാന വിമാന കമ്പനികളായിട്ടുള്ള ഇത്തിഹാദ്, എമിറേറ്റ്സ്, ഫ്ലൈ ദുബായ് എന്നിവ അറിയിക്കുന്നത്. വലിയ ജാഗ്രത ഈ മേഖലയിൽ ഇപ്പോഴും തുടരുന്നുണ്ട്.